ഞാൻ രാവിലെ ബബ്ബ കണ്ട ശേഷം ചെറിയൊരു റിവ്യൂ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് എഴുതിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഈ സിനിമ അത്യാവശ്യം വർക്കായി. കാരണം മനസ്സറിഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിൽ ചിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധ്യാൻ്റെയും വിനയൻ്റെയും ക്യാരക്ടറിൻ്റെ ഒരു സിറ്റുവേഷൻ ഭയങ്കര രസമായിട്ട് എനിക്ക് ഹ്യൂമറായിട്ട് തോന്നി. കാരണം അവരുടെ റിയൽ ലൈഫിലെ ഫാമിലി ഇൻസിഡൻറ്റും സിനിമയിലെ കണക്ട് ചെയ്തിട്ടാണ് ഇത് ഒരു സാധനം വരുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഹ്യൂമർ കിട്ടുന്നുണ്ട്. അവരുടെ ഒരു ക്യാരക്ടർ അറിയുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് അത് കിട്ടും, ഹ്യൂമർ കിട്ടും. അതുപോലെ തന്നെ ധ്യാൻ്റെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ട്, ഭയങ്കര രസമുള്ള പുള്ളിയുടെ കൊടവേറിനെ കുറിച്ച് പറയുന്ന ഒരു സാധനം. അതൊക്കെ ഭയങ്കര രസമുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചിലതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് ഡെലിബറേറ്റ്ലി നമ്മളിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ നോക്കിയിട്ട് പാളിപ്പോയ സാധനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോന എന്ന് പറയുന്ന മണിയുടെ പാട്ടാണ്. ആ പാട്ട് ആവശ്യമില്ലാത്ത രീതിയിലാണ് അത് പ്ലേസ് ചെയ്തത്. ആ പാട്ടിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷെ അത് പ്രശ്നമായി. പിന്നെ വിജയിൻ്റെ റെഫറൻസ്, വിജയിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ കാണിക്കുന്നുണ്ട്. ആ റെഫറൻസ് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന രീതിയിൽ ഈ സിനിമയിൽ നിന്ന് തന്നെ മാറിയിട്ട് വേറൊരു രീതിയിലോട്ടാണ് എനിക്ക് തോന്നിയത്. വിജയൻ്റെ ഗില്ലിയിലെ പാട്ടും ഒക്കെ റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പേരും ഗില്ലി ബാല എന്നുള്ള രീതിയിലാണ്. അതിലും ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഈ ഗില്ലിയിലെ ജീപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഡെലിബറേറ്റ്ലി ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു റെഫറൻസ് കാണിക്കണം എന്ന രീതിയിൽ തന്നെ കഥയുടെ ഒഴുക്കിന് പോകുന്നില്ല. പക്ഷേ വെട്ടം എന്ന് പറയുന്ന സിനിമയിലെ റെഫറൻസൊക്കെ കൃത്യമായിട്ട് ആ കഥയുടെ ഒഴുക്കിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് കണക്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഈ സിനിമയിലെ റെഫറൻസാണ് ഇവർ യൂസ് ചെയ്തത് എന്നുള്ള സാധനം പെട്ടെന്ന് കിട്ടാത്ത രീതിയിൽ, അത് സംവിധായകൻ്റെയും റൈറ്റേഴ്സിൻ്റെയും ചെറിയ പ്രശ്നമാണ്. ഇപ്പോൾ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലെ JK എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവർ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം JK എന്ന് പറയുന്ന ഈ കഥാപാത്രം ന്യൂഡൽഹിയിൽ ഉള്ള സിനിമയിലാണെന്നുള്ളത്. പക്ഷേ ഇതിലെ സിനിമയുടെ അകത്ത് ഈ ക്യാരക്ടേഴ്സ് പറയുന്ന സമയത്താണ് നമുക്ക് ഇത് ഈ സിനിമയിലെ ക്യാരക്ടറിൻ്റെ ലൈഫിലെ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള സാധനം കിട്ടുമ്പോഴാണ് അവിടെ ഒരു റെഫറൻസും ഹ്യൂമറും കിട്ടുന്നത്. അപ്പം അങ്ങനെ ചെറിയ പാളിച്ചകളുണ്ട്. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ റെഫറൻസ് പല സിനിമകളിൽ നമ്മൾ കണ്ട് മടുത്തത് കൊണ്ട് തന്നെ പുള്ളി എന്ത് കാണിക്കുമ്പോഴും നമുക്കൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ പുള്ളിയുടെ ക്യാരക്ടറിനെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹലോക്ക് ശേഷം വെള്ളം അടിച്ചിട്ടുള്ള ഒരു സീൻ ഇതിലാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഞാൻ കാണുന്നത്. വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു രണ്ടുപേരും ഇവർ പിരിയുന്നൊരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. മോഹൻലാലും ദിലീപും കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കുന്ന രീതിയിലൊരു ഇൻസിഡൻറ്റ് സമയത്ത് ലാലേട്ടൻ വെള്ളം അടിച്ചിട്ട് പറയുന്നത്, ഭയങ്കര ഇമോഷണലി പറയുന്നത്, ഒരു പഴയ ലാലേട്ടനെ, നമുക്ക് ഹലോലൊക്കെ കണ്ട ലാലേട്ടനെ കാണാൻ അവിടെ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എന്നാൽ കുറേ റെഫറൻസുകൾ നമുക്ക് കണക്റ്റ് ആവാതെ പോയിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു മാസ് മസാല സിനിമകൾക്ക് എപ്പോഴും ഒരു പോയിൻ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കണ്ടുമടുത്ത കഥയിലോട്ടൊക്കെ തന്നെ ലാൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതിൽ കണ്ടുമടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ കഥയിലെ കഥാപാത്രത്തിന് ഭയം, ഭക്തി, ബഹുമാനം കിട്ടുന്നില്ല കുട്ടിക്കാലം മുതൽ. അപ്പോൾ അത് മറ്റുള്ളവർ ഇവൻ്റെ കയ്യിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഇവനെ അത് മറ്റുള്ളവർ കാണുമ്പോൾ ഇവൻ്റെ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് കിട്ടണം എന്ന രീതിയിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ ഇതിലാണ് ഒരു കിക്ക്. ഇപ്പോൾ നമ്മുടെ സൽമാൻ ഖാൻ്റെ സിനിമയിൽ കിക്ക് എന്ന് പറയുന്നൊരു ഇത് അവന് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അവൻ കാണിക്കുന്നത്. അതേപോലെ ഒരു ക്യാരക്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ അവസാനം വന്നപ്പോഴേക്കും ഒരു മലയാളി സിനിമ ആളുകൾക്കിടയിലേക്ക് ഇത് എത്തണമെന്ന രീതിയിൽ കുറച്ചും കൂടി ആ മലയാളികളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇമോഷൻസ് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്തപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു താഴ്ന്നുപോയ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ക്യാരക്ടർ അത്യാവശ്യം ഒരേ വൈബ് തന്നെയാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ. അത് കുറച്ചും കൂടി ഈ പറയുന്ന അവസാനം ആ ഒരു ഇമോഷൻസ് കൊണ്ടുവരാതെ ഞാൻ പറഞ്ഞ പോലെ ഈ രീതി തന്നെ അങ്ങ് പോയിരുന്നെങ്കിൽ ഹെവി ആയിട്ട് വന്നാനെ. എനിക്ക് ഈ പറയുന്ന പോലെ ടോട്ടലി വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേവൻ്റെ ക്യാരക്ടർ കുറച്ച് രസമാണ്. അത്യാവശ്യം 1-2 സ്ഥലങ്ങളിലൊക്കെ ചിരിക്കാറുണ്ട്. പിന്നെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒന്നാമനിലെ ആ പാട്ടിൻ്റെ ഒരു സംഭവം അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് പെട്ടെന്ന് സ്ക്രീനിൽ കാണുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മറ്റേ സാധനമാണ്, ഇതാണെന്നുള്ളത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്നു ഇതായിരുന്നോ ഇവർ ഉദ്ദേശിച്ചെന്നുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ആ ഒരു
മേക്കിങ്ങിൻ്റെയും ആ ഒരു റൈറ്റേഴ്സ് എഴുതി വെച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. പക്ഷെ അത് ഡീസൻ്റായിട്ട് തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു മാസ് മസാല സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു പോയിൻ്റ് ചെയ്യുമ്പോൾ പാളിപ്പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അത് ഭയങ്കര രസമായിട്ട് തന്നെ തുടങ്ങി അവസാനിപ്പിക്കുമ്പോഴും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് ലാസ്റ്റ് എത്തുമ്പോൾ സെക്കൻഡ് വരുന്നു, അല്ലെങ്കിൽ വേറൊരു അടുത്ത കഥ എന്നുള്ളത് ഇതിലോട്ടൊക്കെ വരുന്നത് യൂഷ്വലി സാധനമാണ്. യൂഷ്വലി ഇങ്ങനത്തെ സിനിമകളിൽ അവസാനം കാണിക്കുന്ന കുറച്ച് ട്വിസ്റ്റുംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാലും ഈ പരിപാടി അത്യാവശ്യം ഒരു കളർഫുള്ളാണ്. ഇപ്പോൾ കളങ്കാവൽ പോലത്തെ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു ഡാർക്ക് മൂഡ് വരുമ്പോൾ നമുക്ക് ടോട്ടലി ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര, എനിക്ക് പേഴ്സണലി കളങ്കാവലിനേക്കാളും ഈ പടമാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേത് കുറച്ചും കൂടി ഡാർക്കാണ്. ഇപ്പോൾ അതിൽ മമ്മൂട്ടി വില്ലനായി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കഥ നോർമൽ കഥ തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഈ പറയുന്ന പോലെ കഥയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ ഒരു ഓളത്തിലിരുന്ന് കാണാൻ, ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ നേരത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുള്ള കുറേ സിനിമകളെ പോലെ ഇതിലും വന്നിട്ടുണ്ട്.